നമ്മുടെ ലേസർ ഗണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ പിന്നെന്താ പറ്റിയത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? നമ്മുടെ തോക്കുകളിൽ നിന്നും മിഠായികളും പഴങ്ങളും പൂക്കളും എങ്ങനെയാണ് വന്നത്? ആ ഗ്രാമത്തിൽ പുതിയൊരാളുണ്ടായിരുന്നല്ലോ, എല്ലാരും അയാൾ അപ്പൂപ്പന്നാ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് അയാളുടെ മാന്ത്രിക ശക്തിയാണെന്നാണ്. അയാൾ ഒരു മാന്ത്രികനായിരിക്കും, അതുകൊണ്ടല്ലേ നമ്മുടെ മുന്നിൽ അത്ര ധൈര്യത്തോടെ നിന്നത്. മാന്ത്രികൻ അപ്പൂപ്പനോ? ഇനിയാണ് രസം. നമ്മൾ ആ മാന്ത്രികനെ പിടിച്ചുകെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്നിട്ടുണ്ടല്ലോ അയാളെ കൊണ്ട് നമ്മൾ പ്രത്യേകതരം ഒരു ലേസർ ഗൺ ഉണ്ടാക്കിപ്പിക്കും. അത് വെച്ച് വെടിവെക്കുമ്പോൾ സ്വർണങ്ങളും രത്നങ്ങളും പുറത്തു വരും. നിങ്ങളിപ്പോ ആയുധങ്ങളൊന്നും എടുക്കരുത്. ലേസർ ഗൺ വെച്ച് വെടിവെക്ക്. ഞങ്ങൾക്ക് അന്നേരം കഴിക്കാനൊന്നും കിട്ടിയില്ല, ഒരു ലട്ട് പോലും കിട്ടിയില്ല. ഇതെന്തായി സംഭവിക്കുന്നത്? നമ്മളിപ്പോ ആർക്കും പേടിയില്ലാതായോ? പണ്ടാളുകൾ പേടിക്കുമായിരുന്നു. എന്റെ പേര് കേട്ടാൽ തന്നെ അവര് കിടുകിട വിറയ്ക്കുമായിരുന്നു, എന്നിട്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ടിപ്പോ ആളുകൾ വന്ന് പറയുന്നു വെടിവെക്കെന്ന്. നമ്മുടെ സംഘത്തിന് തന്നെ ഇത് വല്ലാത്തൊരു നാണക്കേടായല്ലോ. ഞങ്ങൾ വെടിവെക്കത്തൊന്നുമില്ല. നിങ്ങൾക്ക് ലഡുവും പേടയൊക്കെ വേണമെങ്കിലേ താഴേക്ക് വാ. എന്നാ നിങ്ങൾ പറയുന്ന പോലെ ചുൾബുൾ ജംപ്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഇവിടുന്ന് ഞാൻ ചാടില്ല. നീ ഒരു റോബോട്ടാ, നിനക്കൊന്നും പറ്റില്ല. എന്റെ എല്ലാം ഒടിഞ്ഞു പോകും. ഡോണ്ട് വറി, ജിൻഡു നമ്മളെ പിടിച്ചോളൂ എന്നേ. അവൻ നമ്മളെ പതുക്കെ താഴെ കൊണ്ടുപോകും, അല്ലേ ജിൻഡു? കൊണ്ടുപോവില്ലേ? ഓക്കേ ബോസ്, ഡോണ്ട് വറി. ജിൻഡു, മണ്ടത്തരങ്ങളൊന്നും കാണിക്കല്ലേ, ഇല്ലെങ്കിൽ എനിക്ക് വീൽ ചെയറിൽ പോലും യാത്ര ചെയ്യാൻ പറ്റില്ല. ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ ജിൻഡു ചേട്ടൻ അവിടെയുണ്ട്. ഇവനെയും കണ്ടിട്ട് ഏതോ വലിയ മാന്ത്രികനാണെന്ന് തോന്നുന്നു. ഫയർ, ഫയർ! എവിടെയാണ് ഫയർ? എവിടെയാണ് ഫയർ? എടാ, ആ ഫയറിന്റെ കാര്യം അല്ലടാ മണ്ട. ഇവന്മാർക്കൊന്നും ഒരു വിവരവും ഇല്ലല്ലോ. ഈ ഫയറിന്റെ കാര്യമോ പറഞ്ഞത് നോക്ക്. നിങ്ങളൊക്കെ എങ്ങോട്ടായി പോകുന്നത്? നിങ്ങൾ കാട്ടിലേക്ക് പോ, അവരവരുടെ വീട്ടിലേക്ക്. ചൂരം പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ ചെമ്പട ഏറി കൊട്ടിക്കേറും താളം. ഇന്ന് അക്കരയുള്ളവർ ഇക്കരെ എത്തും തക്കട തകതി മേളം. വെൽമുരുകാരോഹര, വെലയുധാരോഹര, വെൽമുരുകാരോഹര. എവിടെ നോക്കിയാടോ? അതെ കണ്ടക്ടറെ, ഇങ്ങോട്ടൊന്ന് വന്നേ, ബ്രേക്ക് കിട്ടുന്നില്ല. ബസ് ഒന്ന് നിർത്ത്, ഞാൻ ചെക്ക് ചെയ്യട്ടെ. അയ്യോ, ബസ് നിൽക്കുന്നില്ല, ബ്രേക്ക് കിട്ടുന്നില്ല. ഇനി എന്താ സംഭവിക്കുക? ഗിയറും മാറാൻ പറ്റുന്നില്ല. ബസ് നിൽക്കുന്നില്ല അമ്മേ, ഇപ്പൊ ആക്സിഡന്റ് ആവും. എന്ത് പറ്റി? ബസ് എന്താ നിക്കാത്തത്? ബസ്സിനകത്ത് എന്തോ ഷോർട്ട് സർക്യൂട്ട് ആയി സാറേ. കണക്ഷൻ എല്ലാം കത്തിപ്പോയി. എനിക്ക് വീട്ടിലേക്ക് പോണം. നമുക്ക് വീട്ടിലേക്ക് പോവാം മമ്മി. വണ്ടിയൊന്നും മിണ്ടാതിരിക്കേ. വീർ, ഈ ആളുകളെയെല്ലാം രക്ഷിക്കുവാനായി നീ നിന്റെ സ്വന്തം രൂപത്തിൽ വന്നേ മതിയാവൂ. ചെല്ല്, വേഗം ഈ ബസ്സിനെ നിർത്ത്. ജിൻഡു, എന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇവിടെ ഇരുത്ത്, വേഗം. ഓക്കേ ബോസ്. Magnetic field on.
നോക്ക്. വേഗം പോ, അല്ലെങ്കിൽ ചെവിക്ക് പിടിക്കും ഞാൻ. ജിണ്ടു, ദേ മുന്നിൽ നോക്ക്, ശരിക്കുള്ള ഗൊറില്ല വന്നിട്ടുണ്ട്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ് ജിണ്ടു, വേഗം ചെയ്യ്. അവനെ ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് കഴിയൂ. അവൻ ഒറിജിനലാ, ഞാൻ ഡ്യൂപ്ലിക്കേറ്റാ. എന്റെ ജിണ്ടു, നീ കാരണം ഇപ്പൊ എനിക്ക് ശരിക്കും പണി കിട്ടിയേനെ. പക്ഷെ ഞാൻ തന്നെയല്ലേ രക്ഷിച്ചത്. തുച്ഛനായ ഗൊറില്ലേ, കാട്ടിലെ രാജാവിന്റെ തോളത്ത് കയറിയിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അയ്യോ, ഇതെന്തൊക്കെയാ? ഇന്നത്തെ ദിവസത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. ആദ്യം ഒരു ചെറുക്കം വന്ന് കുറെ വഴക്ക് പറഞ്ഞു. ഇപ്പൊ ഒരു കഴുത കാല് മടക്കി തൊഴിച്ചു. ഈ കാട്ടിൽ എനിക്ക് ഒരു വിലയില്ലേ ദൈവമേ. എടാ ബീപ്പക്കുറ്റി പോലെ വീർത്തിരിക്കുന്ന കരടി, നിനക്കെന്താ കണ്ണു കണ്ടൂടെ? കാട്ടിലെ രാജാവ് നിന്റെ കൺമുന്നിൽ നിൽക്കുമ്പോൾ രാജാവിനെ വണങ്ങണമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? ഓ അത് ശരി, എന്നെ പേടിപ്പിക്കുകയാണോ? ഇന്നാ പിടിച്ചോ. ഓ ഏതാണിവൻ? ഏതെങ്കിലും സർക്കസിൽ നിന്ന് ചാടി വന്നതാണോ? ആ, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അവൻ കാട്ടിലെ രാജാവാണെന്നൊക്കെയാ പറയുന്നത്. കാട്ടിലെ രാജാവോ? ഇവൻ 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 ഇവിടുത്തെ രാജാവോ? നീ എന്തിനാ ചിരിക്കുന്നേ? എന്താ കാര്യം? ഒന്നുമില്ലെന്നേ. നീ അവരുടെ രാജാവായിട്ട് ഇരുന്നോന്നേ. വീട്ടിലേക്ക് പോവാം. കൊറേ നേരമായി നീ തുടങ്ങിയിട്ട്. എന്റെ പൊന്ന് പീക്കിരി ചെറുക്ക, മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. രാജകാര്യങ്ങളിൽ നീ ഇടപെടണ്ട. പോയിക്കോളൂ ബാല, വേഗം ഇവിടുന്ന് പോ. ഇതേതാ ഈ മണ്ടച്ചാരൻ? ഇവൻ സ്വയമേ കാട്ടിലെ രാജാവാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ രാജാവ് ഞാനാണ്, മറ്റാരുമല്ല. വേണമെങ്കിൽ താൻ എന്നെ ഒന്ന് വണങ്ങിക്കോളൂ. അത് ശരി, നിന്നെ ആരാണ് കാട്ടിലെ രാജാവാക്കിയത്? രാജാവിനെ ആരും രാജാവാക്കാറില്ല, രാജാവ് സ്വയമേ രാജാവാവുകയാണ്. അങ്ങനെയാണല്ലോ പതിവ്. വേഗം എന്നെ വണങ്ങിക്കോ, ഇല്ലേ നിന്നെ ഞാൻ കാട് കടത്തി നാട്ടിലെത്തിക്കും. ഈ ചട്ടാങ്കളുടെ ഇപ്പൊ തന്നെ ബാരോ ഡ്രൈവിംഗിന് പോണമായിരുന്നു. ഇംലി, ഞാൻ ഇപ്പൊ വരാം. അങ്കിൾ പേടിക്കണ്ട, ഞാൻ എത്തിപ്പോയി. ഇനി അങ്കിളിന് ഒന്നും സംഭവിക്കില്ല. താങ്ക് യു വീർ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നീ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ പേടി വരാൻ തുടങ്ങി. അയ്യോ, ഇതെന്താ? അയ്യോ അങ്കിൾ, പാന്റിലൊന്ന് ബെൽറ്റ് ഇട്ടായിരുന്നു. ഞാനാണ് ജിൻ. പറയൂ, എന്ത് ജോലിയാണ് ഇത്തവണ എനിക്കുള്ളത്? എന്നെ വേഗം നീ മുകളിൽ ആകാശത്ത് കൊണ്ടുപോ. ഓക്കെ ബോസ്. ഈ ജിണ്ടുവിന്റെ ഒരു കാര്യം. ഓ നോ, നീ എന്നെ എങ്ങോട്ടായി കൊണ്ടുവന്നേ? നീ പറഞ്ഞ പോലെ തന്നെ ആകാശത്ത് കൊണ്ടുവന്നു. അയ്യോ, എനിക്ക് ഇവിടെയല്ല, അവിടേക്കാ പോണ്ടേ. ചട്ടാങ്കളുടെ അടുത്തേക്ക് പോണം.
ഓക്കേ, എന്നാ പിന്നെ അങ്ങനെ പറയണ്ടേ. ഇന്നോ പിടിച്ചോ. എന്നത് എങ്ങോട്ടാ കൊണ്ടുവന്നേ? അയ്യോ, ഇവിടെ അല്ല. മിസ്റ്റർ ചട്ടാങ്കിൾ ഇവിടെ ഇല്ല. അങ്കിൾ ഇപ്പൊ ബലൂണ് കൊണ്ട് ആകാശത്തിൽ പറന്നോണ്ടിരിക്കുക. അങ്കിളുടെ പുറകെ പോണം, വേഗം. ഓക്കേ. ഇപ്പൊ ഇവനിതെവിടെ പോയി? മിസ്റ്റർ ചഡ്ഡാങ്കിളിന്റെ പുറകെ പോയതാവൻ. ഓ നോ, എന്നെയും കൂടെ കൊണ്ടുപോകണ്ടേ ജിൻഡോ? ഇവൻ ഒരിക്കലും നന്നാവില്ല. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ.